എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. യേശു മതി, അസ്നേഹം മതി, അക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, അസ്നേഹം മതി, അക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തന്ന വചനം 125 അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. ആമേൻ. ബലം നൽകുന്ന, ധൈര്യം തരുന്ന ഒരു വചനം. യഹോവയിൽ ആശ്രയിക്കുന്നവർ എങ്ങനെ ഇരിക്കും? യഹോവയിൽ വിശ്വസിക്കുന്നവർ എങ്ങനെ ഇരിക്കും? യഹോവയിൽ നോക്കുന്നവർ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ സങ്കീർത്തന പുസ്തകങ്ങളിൽ ഇങ്ങനെ ഒത്തിരി വചനങ്ങളുണ്ട്. ഹല്ലേലൂയ. അതിലൊരു വചനമാണിത്. യഹോവയിൽ ആശ്രയിക്കുന്നവർ എങ്ങനെയായിരിക്കുന്നത്? അവരെക്കുറിച്ച് വരച്ചൊരു ചിത്രം ആണ് ഇവിടെ കാണുന്നത്. കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ആമേൻ. ഒരു പർവ്വതം എങ്ങനെ നിൽക്കുന്നു അതുപോലെ ഉറപ്പുള്ളവരായിരിക്കും യേശുവിൽ, പരിശുദ്ധാത്മാവിൽ, പിതാവാം ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. ആമേൻ. കുലുങ്ങാതെ നിൽക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അവർ കുലുങ്ങാൻ നിൽക്കും. കാരണം അവർക്ക് ഉറപ്പാ, ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്നെ അത്ഭുതകരമായി സൂക്ഷിക്കും. എന്നിട്ട് അടുത്ത വാക്ക് പറയാണ്, പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. ആമേൻ. പർവ്വതങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടതാണ് ഈ യെരൂശലേം. അതുപോലെ തൻ്റെ ജനത്തെ ദൈവം ഇങ്ങനെ ചുറ്റി പരിപാലിക്കും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങളൊരു പൊളിഞ്ഞ മതിലല്ല, ഇടിഞ്ഞ മതിലല്ല, ആർക്കും കയറി വന്ന് എന്തും ചെയ്യാവുന്ന, ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലാത്തവരൊന്നുമല്ല നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ചോദിക്കാനും പറയാനും ഒക്കെ ഒരു ജീവനുള്ള ദൈവമുള്ള, പിതാവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. സ്തോത്രം. നിങ്ങൾ പരിപാലിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ഉറപ്പോടെ നിൽക്കും. ആമേൻ. കുലുങ്ങാതെ നിൽക്കും. എന്നിട്ട് അടുത്തൊരു ഉറപ്പ് പറയുകയാണ്, നീതിമാന്മാർ, സ്തോത്രം, നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടത്. ആമേൻ. ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിൽ ഇരിക്കുകയില്ല. നീതി ചെയ്യുന്നൊരു വ്യക്തി നീതികേടിലേക്ക് തിരിയാതിരിക്കാൻ ദൈവം സൂക്ഷിക്കും. പഴയ നിയമത്തിലൊരു ഭാഗമുണ്ട്. അബ്രഹാമിൻ്റെ ഭാര്യയെ അബിമേലെക്ക് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കർത്താവ് അന്ന് രാത്രിയിൽ അവനെ സന്ദർശിച്ചു. പറഞ്ഞു, ഇവളെ നീ തൊട്ടാൽ മരിക്കും നീ. ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഹൃദയപരമാർത്ഥികളെ ഇങ്ങനെ ചെയ്യുമോ? പറഞ്ഞു, നീ അങ്ങനെ ചെയ്യാതിരിക്കുവാനാണ് ഞാൻ നിന്നോട് ഇങ്ങനെ സംസാരിച്ചത്. ഹല്ലേലൂയ. നീ പാപം ചെയ്യാതിരിക്കുവാനാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടോ, നീ നീതികളിലേക്ക് തിരിയാതിരിക്കേണ്ടതിന്, അങ്ങനൊരു പ്രശ്നത്തിൽ നീ പോകാതിരിക്കേണ്ടതിന് ദുഷ്ടന്റെ ചെങ്കോൽ നിന്റെ മേൽ ഇരിക്കുകയില്ല. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ ചെങ്കോൽ, ദുഷ്ടന്റെ അധികാരം, ദുഷ്ടന്റെ ആധിപത്യം നിന്റെ മേൽ തുടരാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. സ്തോത്രം. നീതിമാന്മാരുടെ അവകാശത്തിന്റെ മേൽ ഇരിക്കുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, നിങ്ങളുടെ തലമുറയുടെ മേലുള്ള ദുഷ്ടന്റെ സകല അവകാശങ്ങളും ചെങ്കോലുകളും ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. വചനം പറയുന്നു,
നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. ഇപ്പോൾ നിങ്ങൾ പറയും, ഞാൻ നീതിമാനല്ലല്ലോ പാസ്റ്ററെ. കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രഥമ പൊസിഷനാണ് നിങ്ങൾ നീതിമാനാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് ന്യായപ്രമാണത്തിൻ്റെ വക്താവായി നിന്നുകൊണ്ട് ദാവീദ് പറഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ പറയണം, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തു മുഖാന്തരം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മുഖാന്തരം സൗജന്യമായി ലഭിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഇന്ന് യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു എഴുത്ത് വരികയാണ്, നിങ്ങൾ പാപിയല്ല, ആമേൻ, നിങ്ങൾ നീതിമാനാണ്. ആമേൻ. അതുകൊണ്ട് സ്തോത്രം, നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, യേശുവുള്ള വിശ്വാസത്താൽ നിങ്ങൾ നീതിമാനാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന്മേലോ നിങ്ങളുടെ അവകാശത്തിൻ്റെ മേലോ നിങ്ങളുടെ തലമുറയുടെ മേലോ പിശാചിന് ഒരു അധികാരവും ഇല്ല. ഇന്ന് ഈ വചനം പറയുമ്പോൾ ഏതെങ്കിലും ഏറിയ പിശാചി നിൽക്കുന്നുണ്ടെങ്കിൽ മാറിപ്പോകട്ടെ. കാരണം നിങ്ങൾ യേശുക്രിസ്തുവിലൂടെ നീതിമാനാണ്. ദുഷ്ടന്റെ ചെങ്കോലിനി വാഴുകയില്ല, നിങ്ങളുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. വർഷങ്ങളായി തുടരുന്ന ചിലത് ഈ വചനത്തിന് മുമ്പിൽ പൊട്ടിപ്പോവുകയും നിങ്ങളുടെ കുടുംബത്തിന് മേൽ പിശാചിട്ടിരിക്കുന്ന ചില ആധിപത്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്താൽ പൊട്ടിപ്പോവുകയാണ്. കാരണം ഒന്ന്, നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുന്നു. രണ്ട്, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നു. അത് രണ്ട് നിമിത്തമായി നിങ്ങൾ ഒന്ന് നീതിമാനായിരിക്കുന്നു, രണ്ട് നിങ്ങൾ ആശ്രയിക്കുന്നുകൊണ്ട് ഉറപ്പുള്ളവരായിരിക്കുന്നു. യെസ്, ഇന്നത്തെ പകൽ ഒരു വിടുതലിൻ്റെ പകലാണ്. വർഷങ്ങളായി തുടരുന്ന ചിലത് നിങ്ങളെ വിട്ട് മാറിയിട്ടുണ്ട്. ഈ വചനമാണ് അത് ചെയ്യുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവിനെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്ന കർത്താവെ, കർത്താവ് അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങളെ അങ്ങ് ഉറപ്പോടെ നിർത്തുന്നതിന് നന്ദി പറയും. കർത്താവായ ദൈവമേ, ഞങ്ങളെ നീതിമാന്മാരാക്കി മാറ്റി കർത്താവെ, എല്ലാ ദുഷ്ടൻ്റെ അവകാശങ്ങളെ ഞങ്ങളിൽ നിന്ന് മാറ്റിയതിന് സ്തോത്രം ചെയ്യും. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ദുഷ്ടൻ്റെ എല്ലാ അവകാശത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ നന്മകളെ പകർന്ന് പ്രാർത്ഥിക്കും. യേശുവെ, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവർ ഉറപ്പോടെ അങ്ങ് നിർത്തുന്നതിന് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന വ്യക്തി അനുഗ്രഹിക്കുന്നു, ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവേ, നിന്റെ മക്കളെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗമുള്ളവർ ആമേൻ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളെ സൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് പകരം ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ രോഗത്തിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. ഇപ്പോൾ രോഗമുള്ള ഭാഗത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കും. മുടി തൊട്ട് നഖം വരെ സൗഖ്യമാകട്ടെ. എല്ലാ ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ. ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അവയവങ്ങൾ ബലപ്പെടട്ടെ. ബലഹീനമായിക്കൊണ്ടിരിക്കുന്ന അവയവങ്ങൾ ബലപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യവും ആരോഗ്യവും ഉണ്ടാകട്ടെ. അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ബിസിനസ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ മാറട്ടെ. ഈ വചനപ്രകാരം അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർക്ക് നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില പാരമ്പര്യ ശാപങ്ങൾ കർത്താവ് ഇന്ന് പകൽ പൊട്ടിച്ചതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷത്തോടെ ആയിരിക്കുക. കർത്താവ് കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു.